ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണേ. മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട് നല്ലോണം. എനിക്ക് നല്ല മുട്ടി. ഞാൻ അവിടെ മൂത്രമൊഴിച്ചു ഗൈസ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. അല്ല ഞാൻ മൂത്രമൊഴിച്ചു. ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടിട്ട് അവരാകെ കേട്ടത് പാതി ബാക്കി കൈ എന്നിട്ടങ്ങ് പാടി. അവിടെ പിന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ആവർത്തിക്കരുത്. പാൻറ്റൊക്കെ എന്താണ് പണിവാളി ഉള്ളിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങളെല്ലാവരും കാത്തിരുന്ന Q&A ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് Q&A എടുത്തിട്ടില്ല എന്ന്. പിന്നെ മാത്രമല്ല എല്ലാവരും ഓരോ വീഡിയോന്റെ കമന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് Q&A എന്താ എടുക്കാത്ത, വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കമന്റ് വായിക്കുകയാണ്. അടിപൊളി ഡ്രസ്സൊക്കെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? ഞാനാണ് ദേവന്റെ ഡ്രസ് ഫുൾ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് മോഡേൺ എന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. ഭയങ്കര കാറ്റുമായി അതിലൊരാളാണ് ഞാൻ. കൊറേ ഡ്രസ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. ഐ മീൻ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്യും. അല്ല പപ്പ പക്ഷെ പറയും എന്താ ഇത് ഓൺലൈനിൽ എടുത്തത്. ഓൺലൈൻ നമ്മള് ഏത് ഡ്രസ് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മൾക്ക് പിന്നെ 1-2 ഡ്രസ്സൊക്കെ അല്ലേ ഓൺലൈനിൽ അങ്ങനൊന്നുമില്ല. എവിടെയൊക്കെ പോകുമ്പോ ഡ്രസ് എടുക്കാനായിട്ട് പോകുമ്പോഴായിരിക്കില്ല കൂടുതൽ. അതെ അതെ അതെ. ആരുടെങ്കിലും ഡ്രസ്സ് കാണും, എവിടെന്നാ എടുത്തേന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നാണെന്ന് പറയും. അപ്പൊ നമ്മളവിടെ പോയി വാങ്ങും. അടുത്ത കമന്റ് ആണ്. ആരാ ചോദിച്ചത്? കീർത്തന ശ്രീലത. ദിയ ജനിച്ചപ്പോഴുള്ള ദേവുന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ദിയ ജനിച്ചപ്പോ ഹാപ്പി ആയിരുന്നു കേട്ടോ. സത്യസന്ധമായിട്ട് പറയാൻ അതല്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ അവളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവൾക്കൊരു അനിയനോ അനിയത്തിയോ വേണം എന്നുള്ളത്. ആരെങ്കിലും വേണമെന്ന്. കാരണം ഞങ്ങൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ദേവു മാത്രം മതി എന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ പിന്നെ ദേവുവിനായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു അനിയനോ അനിയത്തിയോ വേണം എന്നുള്ളത്. അപ്പം പിന്നെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ദേവു ഭയങ്കര കെയറിങ് ആയിരുന്നു കേട്ടോ എന്നെ. അവൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യരുതെന്ന് നമുക്ക് റെസ്റ്റ് പറയുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പണിയെടുക്കാനൊക്കെ തോന്നുക. അങ്ങനെ ഞാൻ മുറ്റൊക്കെ അടിച്ചു വരുമ്പോ, അതായത് ഡെലിവറി ഒക്കെ അടുത്തിരുന്ന സമയത്ത്, ഡെലിവറി ഒക്കെ അടുത്തിരുന്ന ടൈമില് അമ്മേന്റെ വീട്ടിലായിരുന്നു, ഞങ്ങൾ അമ്മേന്റെ വീട്ടിലായിരുന്നു പോയി നിന്നിട്ടുണ്ടായിരുന്നത്. പപ്പ ഗൾഫിലായിരുന്നു. അപ്പം ഡെലിവറി എടുത്തിരുന്നപ്പം പണിയെടുക്കാനൊക്കെ നല്ലോണം പറയുമല്ലോ. അപ്പം പണി അമ്മ എന്നോട് പറഞ്ഞത്, അതായത് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു കേട്ടും. അപ്പം അമ്മ മുറ്റടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. അതിൽ കുറേ ചമ്മലകളുണ്ട്, ഇലകളുണ്ട്. അപ്പം അമ്മ അടിച്ചു വരാൻ ഇങ്ങനെ തുടങ്ങുമ്പം അമ്മേന്റെ മീൻസ് അമ്മ അടിച്ചു വരാൻ അവിടുത്തെ ഇല കൊണ്ടുപോയി ഞാൻ പെറുക്കി അപ്പുറത്ത് കൊണ്ടുപോയി. അങ്ങനെ അമ്മേനെ അടിച്ചു വരാൻ ഞാൻ സമ്മതിക്കൂലായിരുന്നു ഗൈസ്. അതെ, എന്ത് ചെയ്യാനും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം അവൾ എന്നെ ഉന്തിയിട്ടിട്ട് ഞാൻ വീണിട്ടുണ്ട്. ശരിയാ. അത് എന്തോ ഒരു കാര്യത്തിന് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് എന്ത് കാര്യത്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. അവള് ഞാൻ വീഴാൻ വേണ്ടി ചെയ്തതല്ല, എന്തോ കാര്യം എന്താക്കി ചെയ്തപ്പോ ഞാനെന്റെ വീണ് പോയതാണ്. അപ്പം അന്ന് അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ വീണപ്പോ. അതും ഡെലിവറി അടുത്തിരിക്കുന്ന സമയം തന്നെയായിരുന്നു. വയറ്റുന്ന മുതലേ അവളൊന്ന് തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് കമന്റ്, നാണം കെട്ടുപോയ ഒരു സംഭവം പറയാൻ. ഞാൻ കമന്റ് ആരാ എഴുതിയെന്ന് വായിക്കണം. പേര് പറയണം കറക്റ്റ് ആയിട്ട്. ആണ് നജമോളെ. പിന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട് ചെറുപ്പത്തിൽ. ഉണ്ട്. ഞാൻ പറയണോ? ഞാൻ പറയാം. ഞാനൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഹാഫ് ഇയർലി എക്സാമിനോ ഒറ്റയാണ്. അപ്പം
എന്താ ഞങ്ങളിങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിൽ 2 കുട്ടികളോ ഒരു കുട്ടിയോ ഒറ്റയാണ്. അപ്പം എത്ര വെനസ്ഡേ യൂണിഫോം ആയിരുന്നു തോന്നുന്നു കേട്ടോ. വെനസ്ഡേ ഞങ്ങൾക്ക് വേറെ യൂണിഫോമാണ്. അത് വേറെ സ്കൂളായിരുന്നു. ഇംഗ്ലീഷ് എക്സാം ആണ്. പഴയ സ്കൂള്. അപ്പൊ ഇംഗ്ലീഷ് എക്സാം ആണ്. ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണേ. എനിക്കാണെങ്കിൽ വാഷ്റൂമിൽ പോവാൻ മുട്ടും, മീൻസ് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട് നല്ലോണം. പക്ഷെ എനിക്ക് പറയാൻ പേടിയെന്നു. പാവം മിസ്സാണ്. ആ മിസ് എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്. ആ മിസ് വീഡിയോ കാണുന്നുണ്ടാവും. ആ ശരിയാ, മിസ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം ആ മിസ്സാണ് ഇപ്പൊ എന്റെ എക്സാമിൽ ഉണ്ടായിരുന്നത് ഇൻവിജിലേറ്റർ ആയിട്ട്. ജ്യോതി മിസ്. എനിക്ക് പേടിയെന്നു പറയാൻ. ഇപ്പൊ വാഷ്റൂമിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചീത്ത പറയോ. ഐ മീൻ ഇതിന് മുന്നേ എന്താണ് എക്സാം തുടങ്ങുന്നതിന് മുന്നേ വാഷ്റൂമിൽ പോവാത്തേന്ന് ചോദിക്കുക വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് എന്താക്കി, എനിക്ക് നല്ല മുട്ടി. ഞാൻ അവിടെ മൂത്രമൊഴിച്ചു ഗൈസ്. അതില് ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോ നല്ലോണം വെള്ളം. അപ്പക്ക് മനസ്സിലായി ഞാൻ മൂത്രമൊഴിച്ചു. അല്ല ഞാൻ മൂത്രമൊഴിച്ചു അതില് ഞാൻ മിസ്സിനെ ഇങ്ങനെ നോക്കിട്ട് അപ്പം മിസ്സിന് മിസ്സേ അറിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. അല്ല ഞാൻ മൂത്രമൊഴിച്ചു. ചേച്ചി എന്തിനെ ഇങ്ങനെ കാട്ടി, നാട്ടിലും വീട്ടിലും മാട്ടി, അവരാകെ കേട്ടത് പാതി ബാക്കി കയ്യെന്നിട്ടൊക്കെ ആണോ അറിയില്ലേന്നോ. അപ്പൊ മൂത്രമൊഴിച്ചു പറഞ്ഞു. അതില് മിസ്സ് കുട്ടികളെല്ലാരും നോക്കുക. അതിൽ എന്നിട്ട് മിസ് എല്ലാവരോടും പറഞ്ഞു, മേഘനേനെ കളിയാക്കരുത്, ആരാണോ കളിയാക്കണേ അവരെ 1 മാർക്ക് ഞാൻ പേപ്പറിന്ന് കുറയ്ക്കും എന്ന് പറഞ്ഞു മിസ്. അതില് ഒരു കുട്ടി, ഒരു ബോയ് കളിയാക്കി ഗൈസ്. ഞാൻ എന്റെ പാവാടയൊക്കെ നനഞ്ഞിനെ പുറത്ത് കൊണ്ടുപോയി. അവിടെ പിന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ആവർത്തിക്കരുത്. അയ്യോ പാൻറ്റൊക്കെ വേറെ ഡ്രസ് ഇട്ടോണ്ട് വരുന്നത്. എന്താണ് ഇത്? അച്ഛനെ പണിവാളി ഉള്ളിപ്പോയി. എന്താ പറയാ മൂത്രമൊഴിച്ചു. അതില് പിന്നെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയത് ഞാൻ ആ പാൻറ് ഇട്ടിട്ടായിരുന്നു ഗൈസ്. മിഡിയാണ്. ആ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ അറിയാം ഈ കുട്ടികൾ ഒന്നെങ്കിൽ മൂത്രമൊഴിച്ചായിരിക്കും അല്ലെങ്കിൽ അപ്പിട്ടതായിരിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ ആ ഡ്രസ് ഇടുള്ളൂ. നേരത്തെ അറിയാമെങ്കിൽ ഞാൻ Q&A പങ്കെടുക്കൂല. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ആത്മീയാത്മിക അങ്ങനെ എന്തോ ആണ്. അങ്ങനെ എന്തോ ഓരോരോ പറിച്ചെറിഞ്ഞു പറഞ്ഞു. ആത്മിക കമന്റ് എന്താ വെച്ചാല് ദിയാസ് അംബിഷൻ പറഞ്ഞു. അംബിഷൻ എന്ന് വെച്ചാ എനിക്ക് എന്താവാനാണ് ആഗ്രഹം അതുപോലെ അറിയില്ല. ജോബ് എന്ന് പറയണം. എനിക്ക് ടീച്ചർ അല്ലെങ്കിൽ നേഴ്സ്. ദിയമോക്ക് ചെറുപ്പത്തില് ടീച്ചർ ആവണമെന്നായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ട്യൂഷൻ ടീച്ചറായി, പിന്നെ തയ്യക്കാരിയായി, പിന്നെ പിന്നെ ഇപ്പൊ ഞാൻ പൈലറ്റ് പറഞ്ഞ ടൈമില് ദിയമോക്ക് ക്യാബിൻ ക്രൂ ആവണേന്നു. ഇപ്പൊ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡബ്ലർ സ്റ്റുഡിയോ. അത് ഇതിന്റെ പേര്, ചാനലിന്റെ പേര് ദിയ പഠിപ്പിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെയൊന്നല്ല. ഒരു മീഡിയം ലെവൽ. മടിയുണ്ട് പഠിക്കാന്, പക്ഷെ പഠിക്കുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. പഠിക്കാൻ മടിയാണെങ്കിൽ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. അവര് തന്നെ ചോദിച്ചതാണ് വേറെ ക്വസ്റ്റ്യൻ. ദേവു ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം? ദേവുന് മാരേജ് കഴിക്കാൻ എത്ര 10 വർഷത്തോളം ഉണ്ട് ഇനി. നോക്കുമ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ട്. അതെ ഇപ്പൊ 16 വയസ്സല്ല. അതിനുള്ള മറുപടി പറഞ്ഞു. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, നല്ലൊരു ചെക്കനായ മതി. ഓക്കെ. മേക്കപ്പ് പ്രൊഡക്ട്സ് ഏതാണെന്ന് ഷഹമ
ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് എന്റെ മേക്കപ്പ് ഞാൻ സ്കിന്നില് മേക്കപ്പ് അങ്ങനെ ഒന്നും ഇടലില്ല. ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതും എപ്പോഴെങ്കിലൊക്കെ സ്കിൻ കെയർ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാലേ വീഡിയോക്ക് ഒരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയാന്. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്ത് പറയട്ടെ, ഗെയിമിംഗ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനാണ് കമന്റ് വന്നത്. പേരൊന്നുമില്ല. ഫേക്ക് ഫ്രണ്ട്സിൽ നിന്നുണ്ടായ ഏറ്റവും വിഷമമായ കാര്യം. ഒറ്റ വാക്കിൽ ഞാൻ ആൻസർ അവസാനിപ്പിച്ചിരിക്കുന്നു, ബിട്രേ. അതാണ് ഫേക്ക് ഫ്രണ്ട്സിൽ നിന്നും. അതിപ്പോൾ എല്ലാവർക്കും ഫേക്ക് ഫ്രണ്ട്സിൽ നിന്നും ഒറ്റ ഇതല്ലേ ഉണ്ടാവുള്ളൂ. ബിട്രേ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അവർ ഫേക്ക് ഫ്രണ്ടായി തോന്നുള്ളൂ. നമുക്ക് ബിറ്റർ എന്താന്ന് മനസ്സിലായിട്ടില്ല, അതാണ് നമുക്ക് അവിടെ പറഞ്ഞു. മഴ, നല്ല മഴ ഉണ്ട് ഗൈസ് പുറത്ത്, കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ ആൻസർ അതാണ്, ബിട്രേ ചെയ്യുക. അപ്പൊ ഫേക്ക് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത് അതാണ്. ഓക്കെ, ഫുട്ബോൾ കട്ട്സ് പറഞ്ഞിട്ടുള്ള ഇത് പറഞ്ഞതാണ്, ചാനൽ പറഞ്ഞതാണ്. കമന്റ് എവിടെ, ദേവു വാഴ 3ലേക്ക് വിളിച്ചാൽ പോകുമോ പറഞ്ഞിട്ട്. വൈ നോട്ട്, ഞാൻ കാത്തിരിക്കാണ് ഗൈസ്. വിളിച്ചില്ലെങ്കിലും പോവാനുള്ള പരിപാടിയില്ല, അപ്പോഴാണ് വിളിച്ചാ പോവാന്ന് ചോദിക്കണത്. വാഴ 3 പിന്നെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുക പറഞ്ഞാൽ അപ്പൊ പോകും ദേവു. അല്ല, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ വാഴയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യട്ടോ ദേവുവിനെ. എന്തായാലും പോവും. ദിയമോളും റെഡി ആട്ടോ പോവാന്. ചേച്ചിന് ചെറുപ്പകാലം അഭിനയിക്കാനോ? ദിയമോളും ദേവും ഏത് സിനിമയ്ക്ക് വിളിച്ചാലും പോവാൻ റെഡിയാണ്. വിളിക്കാത്ത കേട് മാത്രമേ. അപ്പം അടുത്ത കമന്റ് മഞ്ജു പ്രമോദാണ് ചോദിച്ചിട്ടുള്ളത്. പോയതിൽ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന്. ഞാന് സ്പോട്ടിൽ പറയും കാശ്മീർ. എനിക്കും. അമ്മയ്ക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ളത് കാശ്മീരായിരുന്നു. കാശ്മീര് അതെ, ഞങ്ങള് ജമ്മുന്ന് കാശ്മീരിക്ക് പോയ വഴി അമ്മയ്ക്ക് പേടിപ്പെടുത്തുന്ന വഴി. ശ്രീനഗർക്ക് പോയ വഴി. അത് കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്ന ഒരു കൊക്ക എഡ്ജ്, നാരോ ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഒന്നാമത് എല്ലാരും ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ടാണ് പോയത് അല്ലെ, മാമൻസും ഓരോ കുട്ടികളും. പിന്നെ സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ഗുജറാത്തും ഇഷ്ടായിരുന്നു അല്ലേ. നമ്മള് വരുന്നതിന്റെ തലേ ദിവസം നിന്ന സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സ്മൈലി ഗ്രിബ്ലി സ്റ്റെഫി ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, 10th എത്ര പെർസെന്റേജ് വിചാരിച്ചിരുന്നു? ഞാനൊരു 75 എബവ് ആണ് വിചാരിച്ചത്, ബട്ട് 81 കിട്ടി. അതെ, റിപ്പീറ്റ് കമന്റ് ഉണ്ട് കേട്ടോ ഒരുപാട്. 1800. അതല്ല, റിപ്പീറ്റ് ആയിട്ട് കൂടുതൽ വന്ന. അതാ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കുറെ വന്നതുണ്ട്. അതേതായിരുന്നു? ഏറ്റവും കൂടുതൽ കമന്റ് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ, ക്രഷ് ഉണ്ടോ, കമ്മിറ്റഡ് ആണോ? പ്രപ്പോസലൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം കമന്റ് വഴി ഐ ലവ് യു പറഞ്ഞ് കുറെ വരലുണ്ട്, അതൊക്കെ ഉണ്ട് കുറെ. പക്ഷെ യൂസർ നെയിം എന്നാണ് യൂസർ നെയിമിന്റെ പേര്. സ്കിൻ കെയർ റൊട്ടീൻ. ഇപ്പോ ദേവുന് സ്കിൻ അടിപൊളി ആയിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയർ ചെയ്യാറ്, ഞാൻ ചെയ്തേന്നു 1 വീക്ക്. എനിക്ക് പറഞ്ഞു ഞാൻ സ്കിൻ കെയർ ചെയ്ത് ഞാൻ മുഖം കഴുകിയ ഉടനെ തന്നെ റിസൾട്ട് കിട്ടണം, അതാണ്. അപ്പൊ എനിക്ക് സ്കിൻ കെയർ പറ്റുന്ന. അടുത്ത കമന്റ് TL10 സിനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കമന്റ് ഇട്ടേക്കണത്. സീക്കോ ചേട്ടന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തോ ചോദിച്ചിട്ട്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറും മദറും കുറെ മുമ്പ് മരിച്ച, ഞങ്ങളെ കല്യാണത്തിന് 1 വർഷം മുമ്പ് മരിച്ചു പോയതാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചാണ്. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത് അനിയനാണ്, അനിയനും വൈഫും ഉണ്ട്. അവർ ബാംഗ്ലൂരാണ്. അവർ വെഡിങ് വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന വർക്കൊക്കെ എടുത്തിട്ട് അവിടെ സെറ്റിൽഡാണ്. അപ്പം ഇടയ്ക്ക് വരാറുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. പിന്നെ ഉള്ളത് അമ്മയുടെ അനിയത്തി, അമ്മാവനൊക്കെയാണ്. അവരിവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടാണ്. അവരെ കാണാറുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഫാമിലി ആയിട്ട് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ കോട്ടയംകാരാണ് ബേസിക്കലി. അപ്പം കോട്ടയത്ത് ഇവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഏകദേശം മരിച്ചു പോയി. ഇനിയിപ്പോൾ അവരുടെ പിള്ളേരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ അറിയാമെന്നല്ലാതെ അങ്ങനെ ഭയങ്കര കണക്ഷൻ ഇല്ല അവരായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്, ഫാദർ ഇവിടെ മലബാറിൽ വന്ന് അന്ന് അങ്ങനെ വന്ന് താമസിച്ച്, അങ്ങനെ ഇവിടെ നിന്നാണ് കല്യാണമൊക്കെ കഴിഞ്ഞ്. ഞാൻ ജനിച്ചത് മലപ്പുറം, ഇവിടെ തന്നെ നിലമ്പൂർ വെച്ചിട്ടാണ് ഞാൻ ജനിച്ചത്.
അത്ര തന്നെയുള്ള എൻ്റെ ഫാമിലി, അവരൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കമന്റ് ഷബീർ അഞ്ഞിലത്ത്, ഞാൻ പഠിക്കുന്നു ഇപ്പൊ ഷബീർ അഞ്ഞിലത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. എഡിറ്റിങ്ങിൽ ഏറ്റവും ടൈം എടുക്കുന്ന പാർട്ട് ഏതാ പപ്പേനോടാ? എഡിറ്റിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ട് VFX പോർഷൻസ് ആണ്. നമ്മളൊരു സംഭവം എഴുതുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു VFX ഏരിയകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, അത് ഫൈനൽ ഔട്ട്പുട്ട് അല്ല നിങ്ങൾ കാണുന്നത്, അപ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിൻ്റെ സംഭവമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ 10 സെക്കൻഡിന് സാധനം റെഡിയാകാൻ വേണ്ടി ഒരു ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് പക്ഷേ കണ്ടു കഴിയുമ്പോൾ ഈ 10 സെക്കൻഡിനാണ് നിങ്ങൾ ഒരു ദിവസം ഇരുന്നതെന്ന് ചോദിക്കുമെങ്കിലും ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അതാണ് എഡിറ്റിങ്ങിൽ ബിഗ്ഗസ്റ്റ് ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല, സമയം എടുക്കുന്നുള്ളൂ നോർമലി. അടുത്ത ക്വസ്റ്റ്യൻ വിസ്മയ PM, ഒരു ഇൻസ്പിറേഷൻ മൂവി പറയാന്. അപ്പൊ ഞാൻ പറയും അഫ്കോഴ്സ് വാഴ 2 ആയിരിക്കും. അതില് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയണില്ലേ, മീൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമതല തെറ്റിപ്പോവും, അങ്ങനെ ഓരോന്നും പറയണില്ലേ. അപ്പൊ എനിക്കത് തോന്നി അതായിരിക്കും ഞാൻ കണ്ടതിൽ കേട്ടോ. ഇനിയിപ്പോ വേറെ ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് കണ്ടതിലും ഞാൻ ഓക്കെ ഓർമ്മയുള്ളതിലും. പപ്പയ്ക്ക് ഓർമ്മയുള്ളതിൽ ഏതെങ്കിലും ഉണ്ടോ? ആർ യു റൈറ്റിംഗ് സെക്കൻഡ് ബോർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഫ്കോഴ്സ് നോട്ട്, ഞാൻ എഴുതണില്ല സെക്കൻഡ് ബോർഡ് എക്സാം. ചോദിച്ചത് ആൻഡ്രിയ അച്ചു അബി. ഹെയർ കെയർ റൊട്ടീൻ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്കങ്ങനെ ഹെയർ കെയർ ഒന്നുമില്ല. എണ്ണ തേക്കുക, ഷാമ്പു ഇടുക, അത്രേ ഉള്ളൂ എന്റേത്. ഞാന് എണ്ണ തേക്കും തലയില്, ആഴ്ചയില് കുറച്ച് ദിവസം കുളിക്കാറുള്ളൂ. അപ്പൊ ആഴ്ചയിൽ 7 ദിവസമുള്ളല്ലോ, അതിൽ 3 ദിവസം കുളിക്കും. കുളിക്കണ ദിവസം എണ്ണ വെച്ച് ഷാമ്പൂ ഇട്ട് വൃത്തിക്ക് അരച്ച് കുളിക്കും ഗൈസ്. 2-3 മണിക്കൂർ എടുക്കും. നെക്സ്റ്റ് കമന്റ് ഞാനത് ഓർത്ത് വെച്ചു, പക്ഷെ പേര് ഓർത്ത് വെച്ചിട്ടാ. കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ കമന്റ് ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു. ഇംഗ്ലീഷിൽ എനിക്ക് 1000 Years എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ് ഇഷ്ടം. മലയാളത്തിൽ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പാടിയിട്ടുണ്ട് ഗൈസ്, ഏതോ മഴയിൽ. അതാണ് എനിക്കിഷ്ടം. ഓഫ് കോഴ്സ് എവറി ടൈം ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ്. പഠിക്കോ? ഏതോ മഴയിൽ നനവോടെ നാം അന്നു കണ്ടു, തീരാ മൊഴിയെ മൗനങ്ങളൊന്നായലിഞ്ഞു. കുറെ പാടി കഴിഞ്ഞ സമയം പോകും ഗൈസ്, അതുകൊണ്ട് 2 പേര് പാടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നെക്സ്റ്റ് മോസ്റ്റ്ലി വന്ന കമൻ്റ് ആണ് പീരീഡ്സ് എക്സ്പീരിയൻസ് പറയാമെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആയത് 8 ഫസ്റ്റ് എന്നാണ്, 8ാം ക്ലാസ് ഫസ്റ്റ് ടൈമിലാണ് ആയത്. അപ്പം ഞാൻ കാര്യങ്ങളും പറഞ്ഞൊക്കെ കൊടുത്തതായിരുന്നു നമ്മള് ചെറുപ്പത്തിൽ. എനിക്ക് അറിയായിരുന്നു അല്ല, 5ാം ക്ലാസ് മുതലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ അവളുടെ ഒരു നിലവിളി കേട്ടിട്ടാണ് ഞങ്ങൾ ഓടിച്ചത്. അമ്മേന്റെ തറവാട്ടിക്ക് പോവാൻ വേണ്ടിട്ട് ഞാൻ നിക്കായിരുന്നു. അപ്പൊ പോയി കുളിക്കാൻ നിക്കായിരുന്നു. അപ്പൊ ഞാൻ ആ ടൈമിൽ കുളിക്കാൻ കുറച്ച് വൈകും, കുളി തുടങ്ങാൻ കുറച്ച് വൈകും. അപ്പൊ ഞാൻ അങ്ങനെ ആടിപ്പാടി അങ്ങനെ പാട്ടൊക്കെ പാടി നിക്ക. പിന്നെ ഞാൻ നിലത്തേക്ക് നോക്കിയപ്പോ ചോര, അവിടെ ഫുള്ള് ബ്ലഡ് ഗൈസ്. അപ്പൊ ഞാൻ പേടിച്ചു. അപ്പൊ ഞാൻ അലറി ഗൈസ്. ഞാൻ വിചാരിച്ചു പാമ്പാന്ന് വിചാരിച്ചിട്ടോ, ബാത്റൂമിലെങ്ങാനും പാമ്പ് കയറിയാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വടിയാ തിരയുന്നത്. ഞാൻ എന്താ ചോദിക്കണോണ്ട് ഞാൻ വടി തിരയണോണ്ട് ചേട്ടായി ഓടിച്ചു. അല്ല ഞാൻ പേടിച്ചിട്ട് വാതില് തുറന്നു. അതിനോട് ഫസ്റ്റ് പപ്പ പോയിക്കോ അതില് എനിക്ക് കാര്യം മനസ്സിലായി. ഉണ്ണിമോളും ഓടിച്ചെന്നപ്പേക്കും ഒന്നുമില്ല. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, നമ്മള് ഗസ് ചെയ്യുമല്ലോ. അതാണ് ഞങ്ങളെ എക്സ്പീരിയൻസ്. ദേവുവിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അതിനെ കുറിച്ചൊന്നും പറയണമെന്ന് കേട്ടൂല്ലേ. പിന്നെ മാമി കമ്മല് വാങ്ങി തന്നു, മാമി അഭിമാമനും കൂടെ. പിന്നെ ബൂസ്റ്റ് അങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങി തന്നു ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേവുയുടെ ഫേവററ്റ് മൂവി ഏതാണ് ചോദിച്ചിട്ട് ആയിഷ മെഹറിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വാഴയല്ലേ 2 പ്രാവശ്യം പോയി കണ്ടില്ല. വാഴ എനിക്ക് ഇഷ്ടായി, കുറെ സിനിമകൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫേവററ്റ് പറയാൻ പറ്റൂലല്ലോ. അത് പണ്ട് ആന്റണി വന്നപ്പോ അത് ഇഷ്ടമായിരുന്നു. കൊറേ പ്രാവശ്യം കണ്ടു. അപ്പൊ അവന്റെ ഏകദേശം തീരാനായിരുന്നു. 1-2 കുറച്ച് കമന്റ് കൂടെ ഉള്ളായിരുന്നു.
റിപ്പീറ്റഡ് കമന്റ്സ് ആയിരുന്നതുകൊണ്ട് കാണുമ്പോൾ തോന്നിയത്. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഞാൻ ഏത് ആപ്പിലാണ് റീൽ എഡിറ്റ് ചെയ്യണത് എന്നുള്ളത്. ഞാൻ ക്യാപ് കട്ടിലാണ് എഡിറ്റ് ചെയ്യല്. പിന്നെ റീൽ എടുത്തു തരൽ ആരാണെന്നുള്ളത്. പിന്നെ അമ്മയാണ് കൂടുതലും എടുത്തു തരൽ എനിക്ക് റീല്. പിന്നെ പുറത്തൊക്കെ പോണ ടൈമിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമല്ലോ, അപ്പൊ ചിലപ്പോ ചില റീലൊക്കെ പപ്പയായിരിക്കും. എന്റെ മറ്റേ ഹവ 1-2 മില്യൺ അടിച്ചത് ഹവ എടുത്ത് തന്നതാണ് ഗൈസ്. പിന്നെ മെജോറിറ്റി അമ്മയാണ് എനിക്ക് എടുത്തു തരല്. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പം കുറെ കമന്റ് ഒക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യണമാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ. ഇപ്പം പിന്നെ നമ്മൾ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ഒക്കെ നമ്മൾ പുറകെ ഫാമിലിയാവത്തോണ്ടാണ് കേട്ടോ. അതെ, എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ, അപ്പൊ പുറകെ അറിയാട്ടോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ടാറ്റാ.